നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ നിത്യഹരിത സാന്നിധ്യം ജഗദീഷായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ജഗദീഷുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ജഗദീഷിൻ്റെ അഭിനയ ജീവിതം ഇയാളെ അറിയോ? എൻ്റെ ആദ്യത്തെ ഫിലിമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഇത് അഭിനയിക്കാൻ പോകുമ്പോൾ ഈ ബ്രിട്ടാസ് ചോദിച്ച പോലെ രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതായത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൻ്റെ ഡബ്ബിംഗ് സമയത്ത് ശങ്കറിന് പറ്റിയ വോയിസ് തേടി മോഹൻലാൽ ആകാശവാണിയിൽ വരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇതളുകൾ പെർഫോം ചെയ്യാനായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ മോഹൻലാൽ സിനിമയിൽ അഭിനയിച്ച വിവരം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, ഷൂട്ടിങ് കഴിഞ്ഞു. ഞാൻ വളരെ ഒരു നടനെ കാണുകയാണ്. മോഹൻലാൽ സുഹൃത്താണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, കാര്യങ്ങളൊക്കെ. ഇവിടെ ശങ്കറിനെ പറ്റി ഒരു വോയിസ് ആകാശവാണിയിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ ചിത്രത്തിൽ ഇതേപോലെ താരങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നവോദയ പരസ്യം ചെയ്തിരുന്നു. അപ്പോൾ മോഹൻലാൽ ആകാൻ വേണ്ടി ഞാനും പല സൈസിലുള്ള ഞങ്ങളുടെ സുഹൃത്ത്, എൻ്റെ സുഹൃത്താണ് പാരമൗണ്ട് സ്റ്റുഡിയോ, അദ്ദേഹം എടുത്തു തന്ന കുറേ ഫോട്ടോകൾ, ഇങ്ങനെയൊക്കെയുള്ള ടിപ്പിക്കലായിട്ടുള്ള ചില ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു. അതൊക്കെ എങ്ങനെ ഇരിക്കുമെന്നുള്ള എനിക്ക് ഏറെക്കുറെ ഊഹിക്കാമല്ലോ. ഇപ്പം ഈ രൂപം കണ്ടല്ലോ. അപ്പോൾ അത് ഫോട്ടോ അയച്ചപ്പോൾ നവോദയയിൽ നിന്ന് ഒരു ഫോൺ കോൾ, എത്രയും പെട്ടെന്ന് നിങ്ങൾ നവോദയയിൽ ചെല്ലണം, കാക്കനാട് സ്റ്റുഡിയോയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത മോഹൻലാൽ ആകാനുള്ള ഇൻവിറ്റേഷനാണ്. അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ഒരു ദിവസത്തെ വർക്കാണ്, അതും ഒരു സീൻ 1.5 സീൻ എന്ന് പറയാം. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. തലേ ദിവസം പിന്നെ വൈകുന്നേരം അവിടെ, നാളെയാണ് ഷൂട്ടിംഗ്. ഞാൻ അതുവരെ ജീവിതത്തിൽ ഷൂട്ടിംഗ് കണ്ടിട്ടില്ല. സിനിമയോട് വളരെ ക്രേസുള്ള ആളാണ്, ഫസ്റ്റ് ഡേ സിനിമ കാണുന്ന ആളാണ്, പക്ഷേ ഷൂട്ടിംഗ് കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ ഇനി ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. ഇനി ഞാൻ രാജീവ് കുമാർ, then രഘുനാഥ് പലേരി, ജിജോ, ഇവരോടൊക്കെ ചോദിച്ചു എന്താ, മാത്തൻ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ഒരു പരിചയമില്ല. അതൊന്നും സാരമില്ല, ഈ സ്ക്രിപ്റ്റ് തന്നു. ഈ പേരൊക്കെ ടീന ചഞ്ചൂറിയ, ലോല ജിൽബിയ എന്നൊക്കെ ഞാൻ ഇംപ്രവൈസ് ചെയ്താ. ഓ ശരി, അതൊക്കെ മനസ്സിൽ കിടക്കുന്ന പേരുകളായിരുന്നു. അല്ലല്ല, ചുമ്മാ എങ്കിലും ഓരോ പേര്. യു ഹാവ് നത്തിങ് ടു ലൂസ് ബട്ട് 2 rupees ആൻഡ് ദേ ഹാവ് നത്തിങ് ടു ലൂസ് ബട്ട് ദെയർ ക്ലോത്ത്സ്. ഈ ഇങ്ങനെ ഒരു അനൗൺസർ പറയേണ്ട ഇംഗ്ലീഷ് ഒന്നുമില്ല, പക്ഷേ ഒരു തമാശയൊക്കെ ഉണ്ടാക്കി അവരെല്ലാവരും കൂടെ ആ മൂഡിലായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് അശോക് കുമാർ സാറായിരുന്നു ക്യാമറ. എനിക്ക് ഷൂട്ടിംഗ് നേരത്തെ അതുമായിട്ട് ബന്ധമില്ലായിരുന്നുകൊണ്ട് എൻ്റെ എല്ലാ ഷോട്ടും ഓക്കെ ആയിരുന്നു. കാരണം എനിക്കിതിൻ്റെ ഒറ്റ ടേക്കിൽ ഓക്കെ. അവരോട് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, 1.5 സീൻ മാത്രം തന്നതിൽ ഇല്ല ഒരു പരാതിയില്ല. അതിൽ വേറൊരു രസമുണ്ട് ഇവിടെ. അന്ന് രാവിലെ വേറൊരു സത്യം കൂടെ അവർ പറഞ്ഞു. NF വർഗീസിന് വെച്ചിരുന്ന വേഷമാണ്. NF വർഗീസ് ഒരു സെക്കൻഡ്, ഇത് അവിടെ അതിനെക്കുറിച്ച് എന്തോ ഒരാൾ പറയാൻ വേണ്ടി വെമ്പി നിൽക്കുകയാണ്. ജഗദീഷിനെ കുറിച്ച് പറയാനുള്ള ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഒരു ഗാങ്ങിലും കൂടാതെ അതായത് ഒരു പ്രത്യേക ഒരു ക്ലിക്കിലും പെടാതെ നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും. ഒരു ഇൻഡിവിജ്വാലിറ്റി കീപ്പപ്പ് ചെയ്യുന്ന ഒരു ജെൻറ്റിൽമാനാണ് സിനിമയിൽ ജഗദീഷ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരിക്കലും ഒരു റെമ്യൂണറേഷന് വേണ്ടിയിട്ട് വഴക്കൂടുകയോ അങ്ങനെ ആരെങ്കിലും പിണക്കുക, ആരെയും പിണക്കാതെ എല്ലാവരെയും സൗഹൃദത്തിലോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സുഹൃത്ത്, നല്ലൊരു സുഹൃത്ത് മാത്രമല്ല, ഞങ്ങളുടെ ഒക്കെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിലാണ് ഞാൻ ജഗദീഷിനെ കാണുന്നത്. ഒരുപക്ഷെ ഈ ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം 1.5 സീൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്ത് അഭിനയിച്ച് ലോല ലീല എന്തൊക്കെ പേരാ പറഞ്ഞത്, ടീന ജിൽബിയ ഫ്രം നമീബിയ, അതൊക്കെ പറഞ്ഞ സുരേഷ് പറഞ്ഞ കറക്റ്റാണ്. എൻ്റെ ഞാൻ വന്ന വഴി മറക്കാറില്ല. സുരേഷാണ് എനിക്ക്, സുരേഷിൻ്റെയും പ്രിയൻ്റെയും ഒരു കോൺഫിഡൻസ് ആണ്. ഓർഡർ നമ്മ ആളറിയാം എന്ന ചിത്രത്തിൽ ജഗതി ചേട്ടനെ പോലെ പ്രതിഭാധനായ ഒരാൾ കൈകാര്യം ചെയ്യേണ്ട വേഷം, അദ്ദേഹത്തിന് ഡേറ്റ് ക്ലാഷ് എന്ന് പറഞ്ഞപ്പോൾ സുരേഷിൻ്റെയും കൂടെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ഏത് സിനിമയായിരുന്നത്? ഓർഡർ നമ്മ ആളറിയാം. കുറച്ച് രൂപമൊക്കെ മാറിയോ? ഇല്ല, കുറച്ച് അന്ന് തീരെ ട്രിമ്മാണ്. അതെ. അപ്പോൾ സുരേഷൊക്കെ അങ്ങനെ ഒരു റിസ്ക് എടുത്താണ് എന്നെ ഇട്ടത്. ഈശ്വരൻ സഹായിച്ച ചിത്രം നല്ല വിജയമായിരുന്നു. ഒരു ഓണക്കാലത്താണ് ഇറങ്ങിയത്. ഈ സ്ത്രീകളെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെയുള്ള ഈ ഒലിപ്പീരി പരിപാടിക്ക് വൈദഗ്ധ്യമാർന്ന ആ ഒരു സ്ക്രീൻ ഇമേജ് ഉണ്ട്. സാധാരണ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. റിയൽ ലൈഫിൽ അങ്ങനെ അല്ലാത്തൊരു സ്ക്രീനിൽ ശോഭിക്കും. സ്ക്രീനിൽ അങ്ങനെ ശോഭിക്കുന്നവർ റിയൽ ലൈഫിൽ വലിയ പരാജയമായിരിക്കും. എന്തായാലും അങ്ങനത്തെ ഒരു റോള് കിട്ടിയ, ഇപ്പം കണ്ട പോലത്തെ റോള് കിട്ടിയാൽ ആ ഒരു നിപ്പ്, ആ നിപ്പിലാണ് ജഗദീഷ് ആൾക്കാരെ കയ്യിലെടുക്കുന്നത്. അത് പെർഫോം ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. പൂവാലൻ എന്നുള്ള ഒരു റോൾ എന്ന് പറഞ്ഞിരുന്നാൽ ഈ പോകുന്ന അതിൻ്റെ പേരിൽ അടി കിട്ടുക, അതൊക്കെ ഈ ഒരു റിയൽ ലൈഫുമായിട്ട് വിട്ടു നിൽക്കുന്നതാണെങ്കിലും സ്ക്രീനിൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം തന്നെ. അതായത് ജഗദീഷിൻ്റെ ഒരു പ്രത്യേക സ്ഥിതി എന്ന് വെച്ചാൽ ഒരുപക്ഷെ നല്ല ഒബ്സർവേഷൻ സ്കില്ലുണ്ട്. അത് താങ്കൾ ഓരോരുത്തർ ഓരോ മേഖലയിൽ എങ്ങനെയാണ് വിരാജിക്കുന്നത്, അവരുടെ ഒരു പ്രത്യേകതകൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട്
ഇപ്പോൾ ഒരു പൂവാലിനെ അഭിനയിക്കണമെങ്കിൽ ജഗദീഷിൻ്റെ അത്രയും പെട്ടെന്നൊരു പൂവാലിനെ ഞാൻ മലയാള സിനിമയെ കണ്ടിട്ടില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ആ നിപ്പിൽ തന്നെ ഒരു ഏറെക്കേടുണ്ട്, ഒരു കുഴച്ചിലുണ്ട്. പിന്നെ ആ ചുണ്ട്, കണ്ണ്, പിന്നെ കണ്ണ് താങ്കളുടെ വല്ലാത്തൊരു കണ്ണാണ്. ഉണ്ടക്കണ്ണന്നല്ലേ വിളിക്കുന്നത് ജഗദീഷ്. ഒരുപക്ഷെ താങ്കൾക്ക് താങ്കളുടെ ഈ ഒരു സിദ്ധി അറിയുന്നുണ്ടാവില്ല. ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിത്യജീവിതത്തിൽ താങ്കൾ പ്രയോഗിക്കേണ്ടിയിരുന്നതാണ്. അത് ചിലത് അത് മിസ്സായിട്ടുണ്ടാവും. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇത് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാൻ കഴിയും എന്നുള്ളത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള 2 ഡയറക്ടേഴ്സാണ്. ഒന്ന് പ്രിയനും ഒന്ന് സിദ്ദിഖ് ലാലും. ഇപ്പം സിദ്ദിഖ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ള അവർ നേരത്തെ കണ്ടിരുന്നു. അതിനവരെ പ്രത്യേകം അഭിനന്ദിക്കണം. സ്ക്രിപ്റ്റിൽ സിദ്ദിഖ് അവതരിപ്പിക്കുമ്പോൾ അപ്പോൾ ജഗദീഷ് പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിട്ട് അപ്പം നമുക്ക് നോക്കുമ്പോൾ ജഗദീഷ് ഇങ്ങനെ കാണിച്ച് പിന്നെ ഇങ്ങനെ അതിങ്ങനെ സിദ്ദിഖ് ഞാൻ എങ്ങനെ ചെയ്യുമോ അതേപോലെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ പറഞ്ഞു തരും. അപ്പോൾ എൻ്റെ ജോലി വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാനാണ് he is the right man to do this role. ജഗദീഷിൻ്റെ സിനിമാ ജീവിതത്തിലെ സബരിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വേണമെങ്കിൽ ഒരു വഴിത്തിരിവെന്ന് പറയാവുന്നൊരു സിനിമയുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഫിസിക്കലായിട്ടുള്ള സ്ട്രെയിൻ ഞാൻ എടുത്തിട്ടുള്ള ഒരു റോളാണത്. KP നായർ, സബ് ഇൻസ്പെക്ടർ, കർണാടക സബ് ഇൻസ്പെക്ടർ KP നായർ എന്ന് പറഞ്ഞ റോള്. അതിൽ എത്രയോ ദിവസം കൊണ്ടാണ് ഈ സീക്വൻസ് ഷൂട്ട് ചെയ്തത്. അതിൽ പ്രിയൻ്റെ ഒരു കോംപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. ഇത് വേറെ ഭാഷകളിൽ ഈ സീക്വൻസ് ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ഡ്യൂപ്പ് യൂസ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു. എനിക്കിതിൽ റോപ്പ് വെച്ചിട്ട് ഒരുപാട് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് പ്രിയൻ വളരെ ശരീരത്തിന് പ്രത്യേകിച്ച് കേടുപാടൊന്നും സംഭവിച്ചില്ലേ? ഇല്ല, ചെറിയ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ മറ്റേ ഈ ഒരു കൈവണ്ടിയിൽ ഇങ്ങനെ കയറി പോകുന്നിടത്ത് കമ്പി ഇങ്ങനെ പകുതി വെച്ച് പൊട്ടിയിട്ടുണ്ട്. ഗോഡ് ഫാദറിൽ സിദ്ദിഖ് ലാലും എല്ലാവരും ഓടി വന്നു. കാരണം ഞാൻ മാവിൻ്റെ മുകളിൽ നിന്ന് വീഴുമ്പോൾ പകുതി വെച്ച് കമ്പി പൊട്ടി താഴെ വീണു. ഭാഗ്യവശാൽ പകുതിക്ക് വെച്ചാണ് കമ്പി പൊട്ടിയത്. അപ്പോൾ എല്ലാവരും ഹോൾ യൂണിറ്റ്, അത് സിദ്ദിഖ് വളരെ അതിൻ്റെ ഞാൻ പറയുന്നതിനേക്കാളും സിദ്ദിഖിനോടോ ലാലിനോടോ ചോദിച്ചാൽ അവർ പറയും ഈ രംഗമാണ്. അതെ, ഈ രംഗത്തിൽ പകുതി വെച്ച് കമ്പി പൊട്ടി താഴെ വീണു. ഹോൾ യൂണിറ്റ് ഷോക്ക്ഡായി എല്ലാവരും കൂടെ ഓടി വന്നു. പക്ഷേ ഈ പകുതിക്ക് ശേഷമാണ് കമ്പി പൊട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അന്ന് സിദ്ദിഖ് ലാൽ തമാശ പറഞ്ഞു. അവർ പറഞ്ഞു, സ്റ്റണ്ട് മാസ്റ്റർ എടുത്ത് ചോദിച്ചു, ഇതെന്താണ് ഇത് നല്ല ബലമുള്ള കമ്പി എന്ന് പറഞ്ഞിട്ട്, ഇല്ല സാർ നല്ല സ്ട്രോങ് സാർ, MGR സാർ യൂസ് പണ്ണ കമ്പി സാർ, നല്ല സ്ട്രോങ് സാർ. അപ്പോൾ എന്ത് പഴക്കമുണ്ടെന്ന് ഒരു സിനിമ ഗോഡ് ഫാദർ, അവരുടെ 3 ചിത്രങ്ങളിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. ആ 3ഉം എനിക്ക് ഭയങ്കര. ഗോഡ് ഫാദറിൽ എനിക്ക് ഇപ്പോഴും ജഗദീഷിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന രംഗമുണ്ട്. ഞാനത് പറയുന്നില്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂവിനോട് ചെയ്യുന്നൊരു അനീതിയായിരിക്കും. അതായത് മുകേഷിനെ കാണാൻ വേണ്ടിയിട്ട് മാളു വരുന്നു. അപ്പോൾ മുകേഷ് മുണ്ടൊന്നും കൊടുത്തിട്ടില്ല, ഈ ഹോസ്റ്റൽ മുറി കിടക്കാണല്ലോ. അപ്പോൾ ആകെ പരിങ്ങുന്നു. അവസാനം മുണ്ടൊക്കെ എടുത്ത് കൊടുക്കുന്നു ജഗദീഷ്. അത് കഴിഞ്ഞ് ജഗദീഷ് ഇങ്ങനെ എണ്ണയൊക്കെ തെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവർക്ക് സ്വകാര്യമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ജഗദീഷ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിന് പുറത്ത് നിന്നിട്ട് അങ്ങനത്തെ ഒരു ഗോഷ്ടി. അതാ ഞാൻ പറഞ്ഞത്, അത് എൻജോയ് ചെയ്ത് ആണ് ഒരു റോള് ചെയ്യുമ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്താൽ ആ റോള് നന്നാവും. അതാ എങ്ങനെ എൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഇപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ആയിട്ടില്ല, പകുതി എത്തിയിട്ടുള്ളൂ. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതെ, അതായത് രണ്ടുപേരും കൂടി തുടങ്ങി ഒതുങ്ങി മാറിയൊക്കെ അവിടെ ചെന്ന് അതിട്ട് ഇതുപോലുള്ള ഹ്യൂമർ ഉണ്ടാക്കാൻ അപൂർവ ആൾക്കാർക്ക് പറ്റൂ. തീർച്ചയായിട്ടും സിറ്റുവേഷൻസ് തന്നെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പം പിന്നെ നമ്മുടെ എല്ലാം ജോലി വളരെ എളുപ്പമായി. ആ ഒരു ബ്രെയിൻ, എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ വിജയം എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ കയ്യിലിരിപ്പ് കൃത്യമായിട്ട് അഭിനയത്തിലേക്ക് പറിച്ചിടാൻ വേണ്ടി അവർക്ക് പറ്റിയതുള്ളതാണ്. അല്ല, ഈ പറഞ്ഞല്ലോ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നപ്പോഴേ സിദ്ദിഖും ലാലുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്ന ചെറിയ തമാശകൾ, അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് റൂംസിൽ കഴിഞ്ഞിട്ടുള്ളത്. വലിയ റൂമിൽ ഒരു 5 ബെഡ് ഉള്ള റൂമിലൊക്കെയാണ് മണിവത്തൂരിലെ ശിവരാത്രി സമയത്ത്. അപ്പോൾ ആ സമയത്തുള്ള എൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ അവർ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് അവർ ആലോചിച്ചത് അത് ജഗദീഷിനെ കൊണ്ട് ചെയ്യിക്കാം.
കാലടി ജഗദീഷ്. കാലടിയിൽ ഒരു ആദിശങ്കരന് പിന്നെയുള്ളത് കാലടി ജഗദീഷാണ്. അപ്പം നിറപടി വേണു പറയുന്നു, കാലടി എന്ന് പറയുമ്പോൾ ഒരിടത്ത് ശ്രീ ശങ്കരാചാര്യർ എറണാകുളം കാലടിയിൽ, തിരുവനന്തപുരത്ത് കാലടിയിൽ ജഗദീഷ്. 2 എക്സ്ട്രീംസ് ആണ്. ഒന്ന് വിവരം, അതെ, ഒന്ന് വിവരം, ഒന്ന് വിവരക്കേടിന്റെ പീക്ക്. ഇവരൊക്കെ ചില്ലറയില്ലാത്ത പണി തരാറുണ്ടല്ലേ. എല്ലാവരും കൊള്ളാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനൊന്ന് മെച്ചാണ്. അയ്യോ. അപ്പോൾ ഇടയ്ക്ക് ആ സമയത്ത് പറഞ്ഞു, വേണിച്ചേട്ടാ എനിക്ക് ബുധദശയാണ് എന്ന് പറഞ്ഞു. ആ നന്നായി, ഇനിയാണ് ജഗദീഷ് അഭിനയം എന്തെന്ന് പഠിക്കാൻ പോണേ. അങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട്. ഒരാളെ വിടില്ല. എനിക്ക് തോന്നുന്നു പിന്നെ ജഗദീഷിന് കിട്ടിയൊരു സൗഭാഗ്യവും ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുടെ കൂടെ ഇടപഴകാനുള്ളൊരു അവസരം. അത് ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരായിട്ട് ഇത്രത്തോളം പരിസരം അറിഞ്ഞ് പ്രവർത്തിക്കുകയും പരിസരം അറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ കലാകാരന്മാർ അപൂർവമാണ്. ചില ആൾക്കാർ ഒരുപക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വന്ന് അഭിനയിച്ചു, അവർ തിരിച്ചു പോകുന്നു. താങ്കൾ അങ്ങനെയല്ല. താങ്കൾ ഇങ്ങനെ കടന്ന് എന്താ പറയുക, ഓരോ നിമിഷവും താങ്കളുടെ സചേതനമായിട്ടുള്ള നിമിഷങ്ങളാണ്. എപ്പോഴെങ്കിലും ജഗദീഷിന് തൻ്റെ രൂപഭംഗിയെക്കുറിച്ച് ആശങ്ക ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു രൂപം മോശമാണെന്നോ. ഈ എക്സ്ക്യൂസ് മീ പിന്നീട് വലിയൊരു എക്സ്ക്യൂസ് മീ ആയി. അതെ, എക്സ്ക്യൂസ് മീ ഒരു മാസ്റ്റർ പീസായി മാറി. അതിൻ്റെ ഞാൻ ഫുൾ ക്രെഡിറ്റ് ഞാൻ എടുക്കില്ല. സുരേഷ് ഉണ്ണിത്താനും അതിൻ്റെ റൈറ്റർ പള്ളാശ്ശേരി അവർ തന്നെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എൻ്റെ രീതിയിൽ അത് പറഞ്ഞപ്പോൾ രസകരമായി. അതായത് ഒരു വ്യക്തിയെ കാരിക്കേച്ചർ ചെയ്യാം. ഇപ്പം പിന്നെ കാർട്ടൂണിസ്റ്റ് ഇപ്പോൾ ഇന്ദിരാഗാന്ധി വരയ്ക്കുകയാണെങ്കിൽ ആ മൂക്കാ കയറി പിടിക്കുക. ഓരോരുത്തർക്കും ഓരോ സംഭവമുണ്ട്. ഈ ടെലിവിഷൻ കാരിക്കേച്ചറിങ്ങിൽ എന്തെങ്കിലും ഒരു സാധനം വേണം. ആ കാരിക്കേച്ചറിങ്ങിൽ കയറി പിടിച്ചതാണ് ഈ എക്സ്ക്യൂസ് മീ. ഇതില്ലായിരുന്നെങ്കിൽ ജഗദീഷിൻ്റെ ഉണ്ടക്കണ്ണും മറ്റേ തുണക്കുഴിയൊക്കെ ശരി തന്നെ കാര്യങ്ങൾ, ആ കളലക്ഷണമൊക്കെ കറക്റ്റാണ്. പക്ഷേ എങ്ങനെ പോലും വേട്ടെ. ഞാൻ ഈ മിമിക്രിയിൽ നിന്നും സിനിമയിൽ വന്ന ഒരാളാണെന്ന് ചേട്ടനറിയാമല്ലോ. ആദ്യകാലത്തെ എന്നെക്കുറിച്ചുള്ള പരാതികളൊന്നായിരുന്നു ശ്രീ ജഗദീഷിനെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഞാനും അന്നാളുകളിൽ ചിത്രം കണ്ടപ്പോൾ സത്യമാണെന്ന് എനിക്ക് ബോധ്യം ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ജഗദീഷ് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെയും ശ്രീനിവാസൻ്റെയും കൂടെ ചേർത്ത് അഭിപ്രായം പറയാം. കാരണം കോമിക് കോളേജിൽ ഈ സലിം കുമാറിൻ്റെ പെർഫോമൻസ് കണ്ട അന്ന് ശ്രീനിവാസൻ പറഞ്ഞു, ഇയാളിൽ ഒരു നല്ല ആക്ടറുണ്ട്. അന്ന് ശ്രീനിവാസനാണ് ആദ്യം പറയുന്നത്. അപ്പം ഞാനും ശ്രദ്ധിച്ചപ്പോൾ എന്നെ അങ്ങനെ വലുതായിട്ട് അനുകരിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഒരു എക്സാക്ട് ഇമിറ്റേഷൻ ഒരിക്കലും ചെയ്തിട്ടില്ല. സലിം അന്നും ഇപ്പോൾ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോസ് പ്രകാശ് സാറിൻ്റെ ചില സംഭവങ്ങൾ, മാനറിസങ്ങൾ ചിലപ്പോൾ ചില റോൾസിൽ സലിം ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട്. അത് അനുകരണമല്ല, മര്യാദയ്ക്ക് സംസാരിച്ചാൽ എന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ ജോസ് പ്രകാശ് സാറിൻ്റെ, അത് ഈ റോൾസിലോട്ട് ഒന്ന് മിക്സ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഒരു സ്വാധീനം ആദ്യകാലങ്ങളിൽ കുറച്ച് പ്രകടമായിരുന്നു. പിന്നീട് അവിടെ നിന്നും സലിം എവിടെയോ എത്തി. ഒരുപാട് കോമഡി റോളുകളിൽ അഭിനയിച്ച ശേഷം പിന്നീട് ഒരു 30ഓളം സിനിമകളിൽ ജഗദീഷ് മുഖ്യ വേഷം കൈകാര്യം. ഏകദേശം 40 പറയും. എല്ലാം ലോ ബജറ്റ് പടങ്ങളായിരുന്നു. അതെ, ഒരുപക്ഷെ ജഗദീഷിൻ്റെ ആ ഒരു കോമഡി വാല്യൂവിനെ വേണമെങ്കിൽ എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഉർവശി ജഗദീഷ് കോമ്പിനേഷൻ ഒരുപാട് സിനിമയിലുണ്ടായി. ഒരുപാട് സിനിമയിൽ എനിക്ക് ഏറ്റവും എന്താ പറയുക, ഏറ്റവും അടുപ്പമുള്ള ഹീറോയിൻ എന്ന് പറയുന്നത് ഉർവശിയാണ്. കാരണം എൻ്റെ ഒരു പരിമിതികൾ, ഞാനൊരു കമേഡിയനാണെന്ന് ഉള്ള ഒരു ധാരണ മാറ്റിയിട്ട് അങ്ങനെയല്ല, കമേഡിയനല്ല, യു ക്യാൻ ബി എ ഹീറോ, യു ആർ എ ഹീറോ എന്ന് പറഞ്ഞ് എനിക്ക് കോൺഫിഡൻസ് തന്നിട്ടുള്ളത് ഉർവശിയാണ്. കാരണം ഉർവശി വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഹീറോയിനാണ്, ടോപ്പ് ഹീറോയിൻ. മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ കമലഹാസൻ അവരുടെയൊക്കെ ഹീറോയിനായിട്ട് ജഗദീഷിൻ്റെ ഹീറോയിനായിട്ട് വരുമ്പോൾ ഇൻഡസ്ട്രിയിൽ മുഴുവൻ ടോക്കായിരുന്നു. ഉർവശി താഴോട്ട് പോയി ജഗദീഷിൻ്റെ ഹീറോയിനായി എന്ന് പറഞ്ഞ് ആ സമയത്ത് അത് മൈൻഡ് ചെയ്യാതെ എൻ്റെ ഹീറോയിനായിട്ട് 6-7 സിനിമകളിൽ അഭിനയിച്ച ഉർവശിയോട് എനിക്ക് ലൈഫിൽ വലിയ കടപ്പാടുണ്ട്. അതിൻ്റെ പേരിൽ, എൻ്റെ നായികയായിട്ട് അഭിനയിച്ചതിൻ്റെ പേരിൽ ഉർവശിയെ ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട്. എൻ്റെയും ശ്രീനിവാസൻ്റെയൊക്കെ. എന്തിനാ, മമ്മൂട്ടിയുടെ മോലെ ടോപ്പ് സ്റ്റാർസിൻ്റെ, സൂപ്പർ സ്റ്റാർസിൻ്റെ. അതിൽ ഒരുപാട് സിനിമകൾ വെറും തട്ടിക്കൂട്ട് സിനിമയായിട്ട്. അല്ല, തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ ഭാര്യ നല്ല സിനിമയാണ്, സ്ത്രീധനം നല്ല സിനിമയാണ്, നല്ല സിനിമകളുണ്ട്, സിംഹവാലൻ മേനോൻ നല്ല സിനിമയാണ്, ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്ന് പറയുന്ന നല്ല സിനിമയാണ്.
ഇതൊന്നും മോശമായിട്ടില്ല. ഉർവശിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ പടങ്ങളെല്ലാം അല്ല, തന്നെ ഞാൻ ഉർവശിയായിട്ടുള്ള അല്ല പറയുന്നത്, ഹീറോസ് അത് ഹീറോസിൽ അത് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ദോശ ഇട്ടെടുക്കുന്ന പോലെ കുറേ സിനിമകൾ അത് ശരിയാണ്, 100% അംഗീകരിക്കുന്നു. അന്നത്തെ ലെവലിൽ ഇപ്പോൾ ഞാൻ അന്ന് 18 ദിവസം കൊണ്ട് ഒരു സിനിമ കംപ്ലീറ്റ് ആക്കുന്ന സിനിമകളിലാണ് ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. വെൽക്കം ടു കൊടൈക്കനാൽ. 18 എന്ന് പറയുമ്പോൾ അപ്പോൾ 18 ദിവസവും താങ്കളുണ്ടോ അവിടെ? ഇല്ല, 18 ദിവസം ഉണ്ട്. 18 ദിവസം ഉണ്ട്. 18 ദിവസം ഉണ്ട്. 18 ദിവസം കൊണ്ട് തീർന്നു, ടോട്ടൽ തീർന്നു. ഒരു 40 ദിവസമൊക്കെ എടുക്കേണ്ട സിനിമകൾ 18 ദിവസം കൊണ്ടായി. പിന്നെ പിന്നീട് അന്നത്തെ ടോപ്പ് ഹീറോസ് എല്ലാം തന്നെ ഒരു പാട്ടിന് വേണ്ടി 3 ദിവസം എടുക്കുമ്പോൾ ജഗദീഷിൻ്റെ ഒരു പാട്ടിന് വേണ്ടി എടുക്കുന്ന ഒരു ദിവസമാണ്. അന്നത്തെ ഹീറോസ് എല്ലാം ഒരു ഫൈറ്റിന് വേണ്ടി എടുക്കുന്നത് 4, 5, 6 ദിവസമാണെങ്കിൽ എൻ്റെ ഫൈറ്റ് രാവിലെ തൊട്ട് ഉച്ച വരെ, ഉച്ചയ്ക്ക് ശേഷം അത്രയും ലാഭമാണ്. അപ്പോൾ അത് വരുമ്പോൾ നമ്മുടെ സിനിമയുടെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു സത്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഹിറ്റ്സ് ആയിരുന്നു. ജഗദീഷിന് മറ്റൊരു മുഖം അല്ലെങ്കിൽ ഒരു ഭാവം പ്രദാനം ചെയ്ത പകർന്നു നൽകിയ ഒരു ചിത്രമാണത്. രഞ്ജി പണിക്കരുടെ 36-40 പേജുള്ള ഡയലോഗ്സാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ബൈഹാർട്ട് ചെയ്താണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രോംപ്റ്റ് ഇല്ല. ഞാനെല്ലാം പഠിച്ചിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് രഞ്ജിയോട് ചോദിച്ചാൽ അറിയാം, ഷാജിയോട് ചോദിച്ചാൽ. ജഗദീഷിൻ്റെ അഭിനയ ജീവിതം ഇതുപോലെ മുമ്പോട്ട് പോകുന്നു. പക്ഷേ എവിടെ വെച്ചോ സ്റ്റീരിയോ ടൈപ്പ് അടിക്കുന്നു. ജഗദീഷ് കുറച്ചു കാലം തിരിച്ചറിഞ്ഞില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ നായക വേഷത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ ഞാൻ ബുദ്ധിപൂർവ്വം തലത്തെ പ്രധാന പയ്യൻസ് എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ നിന്ന് നേരെ പോയത് മമ്മൂക്ക നായകനാവുന്ന ജാക്ക് പോട്ടിൽ കമേഡിയനായിട്ട് അഭിനയിക്കാനാണ്. പക്ഷേ ഈ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്ന ഈ എച്ച്യൂസ് മീ തന്നെ വീണ്ടും വീണ്ടും പറയിക്കാനും ആ ടൈപ്പിൽ തന്നെ ചെയ്യിക്കാനും ചില സംവിധായകരും റൈറ്റേഴ്സും ശ്രമിച്ചു. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഹീറോ ചിത്രങ്ങൾ വന്നപ്പോൾ അത് കുറേ അവർ റിജക്റ്റ് ചെയ്തു. അത് ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹീറോ റോൾസ് മതിയാക്കി ഞാൻ വീണ്ടും സപ്പോർട്ടിങ് റോൾസിലോട്ട് വന്നു. ജഗദീഷ് ഈ ഹീറോ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സപ്പോർട്ടിങ് റോളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ പോലെ ഇരിക്കും. നമ്മളത് സ്വീറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ചത് എൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു 3-4 പടത്തിൽ അഭിനയിക്കുന്ന, ബാക്കി സമയം മുഴുവൻ പിള്ളേരെ പഠിപ്പിക്കുന്ന കോളേജ് അധ്യാപകൻ എന്നാണ് എന്നെ ഞാൻ മനസ്സിൽ കരുതിയിരുന്നത്. അത് വിട്ടിട്ട് ഞാൻ കോളേജ് അധ്യാപനം വിട്ടിട്ട് സിനിമയിൽ തന്നെ ഫുൾ ടൈമായി. അപ്പോഴും ഒരു സപ്പോർട്ടിംഗ് റോളിൽ മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ. അവിടെ നിന്നും നായകനായിട്ട് ഒരു 40 പടം കിട്ടിയത് എൻ്റെ ബോണസായിട്ട് കണക്കാക്കാം. അവിടെ നിന്ന് ഡിവോഷൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കളുടെ യഥാർത്ഥ പൊസിഷൻ ഒരു നല്ലൊരു സപ്പോർട്ടിംഗ് റോളാണ് എന്ന് താങ്കൾ എന്നും കരുതുന്നുണ്ട്. അതല്ലാതെ ഞാൻ പിന്നെ സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഹീറോ എന്ന് പറയുന്നത് വേറെ. എൻ്റെ ഇമേജ് ഷെഡ് ചെയ്തിട്ട് ഒരു സെൻട്രൽ ക്യാരക്ടർ റോള് കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. അതല്ലാതെ എൻ്റെ ഒരു ഇമേജിൽ ഇപ്പോൾ സ്ഥലത്തെ പ്രധാന പയ്യൻസിന് ഇന്ന് ഞാൻ പിന്നെ നായകനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ആ പ്രായത്തിൻ്റെ വ്യത്യാസവും അതിൻ്റെ റോൾസിൻ്റെ മെച്യൂരിറ്റിയും ഒക്കെ തന്നെ അതിനകത്ത് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കും. വെൽക്കം ടു കൊടൈക്കനാലിലെ പാട്ട് മാഷ് ഇന്നും പ്രേമിച്ച് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇന്നത്തെ എൻ്റെ ആ ഒരു താങ്കളുടെ ആകാരം രൂപമൊക്കെ എപ്പോഴും ആ ഒരു രീതിയിൽ ആകാരമാണെങ്കിൽ പോലും അത് ഐ മേ ബി ലുക്കിംഗ് യങ്, ബട്ട് ഐ എം നോട്ട് ദാറ്റ് യങ്. ആർക്കും എന്തോ പറയാനുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഏത് സിറ്റുവേഷനിലും അതിനി സിനിമാ കമ്പനി നോക്കിയാൽ ഏറ്റവും ഹയസ്റ്റ് കമ്പനി ആയാലും ഇങ്ങനെയുള്ള ഒരു ന്യൂ കമേഴ്സിൻ്റെ ഫിലിം ആയാലും അതുപോലെ ഏത് രാജ്യത്ത് പോയാലും എന്ത് ഫുഡ് കൊടുത്താലും ഞാൻ എൻ്റെ വീട്ടിൽ പറയാറുണ്ട്, ടിഷ്യൂ പേപ്പർ കൊടുത്താൽ അവരെ ജഗദീഷേട്ടൻ കഴിച്ചോളും, ആരുടെ കൂടി കംപ്ലൈൻ്റ് ഇല്ലാത്തൊരു മനുഷ്യൻ. പിന്നെ ഇതൊക്കെയാണെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ ഹെഡായി മാറാനും ജഗദീഷേട്ടനുള്ള സ്ഥലത്ത് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ജഗദീഷേട്ടനായിരിക്കും. ഇങ്ങനെ അങ്ങൊരു അധ്യാപകനാണ് എങ്ങനെ ഈ ഒരു ഇത്രയും വലിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈ ആരോടും പരിഭവമോ പരദൂഷണമോ ഒന്നുമില്ലാതെ ഒരു കുട്ടിത്വത്തോടെ ഈ അങ്ങയ്ക്ക് നിൽക്കാൻ പറ്റുന്ന അങ്ങയ്ക്ക് ഇന്നത്തെ ജനറേഷനോട് എന്താണ് പറയാനുള്ളത്? അത് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങളിൽ തീർച്ചയായിട്ടും കൽപ്പനയൊക്കെ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ ബാക്കിയുള്ളവർ അംഗീകരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാകാറുണ്ട്. നമ്മുടെ മനസ്സിലാക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മുടെ നല്ല അർത്ഥത്തിലാണ് അവരിത് ചെയ്യുന്നത്. ഞാൻ വഴക്ക് പറഞ്ഞാലും അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് മനസ്സിലാക്കി ഒരാൾ അക്നോളജ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണുള്ളത്. ഇന്നത്തെ തലമുറയെക്കുറിച്ച് എനിക്ക് മോശമായിട്ടൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അവർ നാളെ എന്നുള്ള കാര്യത്തെക്കുറിച്ചുകൂടെ മനസ്സിൽ കണക്കിലെടുക്കണം. കാരണം എല്ലാ ദിവസവും ഇതേപോലെ പ്രോസ്പെരിറ്റി ആയിരിക്കില്ല. സിനിമ നൽകുന്ന പാഠം അതാണ്. നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. ചിലപ്പോൾ ഒരു അപ്പ് കഴിഞ്ഞിട്ട് തമിഴ് സിനിമയിലെ ലീഡിങ് ആക്ടേഴ്സിൻ്റെ മക്കളുടെ കാര്യം എടുത്തു നോക്കൂ. 1-2 ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ശേഷം അവർക്ക് അവസരങ്ങളില്ല.
അപ്പോൾ നമ്മൾ ഇന്നത്തെ പൊസിഷൻ കണ്ടിട്ട്, ഇന്ന് നമ്മൾ ക്യൂ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ട്, ക്യൂ നിൽക്കുന്ന ഡയറക്ടേഴ്സിനെ കണ്ടിട്ട് നമ്മൾ അഹങ്കരിക്കരുത്. ആരെങ്കിലും അഹങ്കരിക്കുന്നുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, പക്ഷെ അഹങ്കരിക്കരുത്. മാത്രമല്ല, നാളെ എന്തും സംഭവിക്കാം എന്നുള്ളത് കണക്കാക്കി, ഇതിൻ്റെ അർത്ഥം ഒരു പെസിമിസത്തോടെ മുന്നോട്ട് പോകണമെന്നല്ല. ശുഭാപ്തി വിശ്വാസം നല്ലതാണ്, അതേ അവസരത്തിൽ ഒരു പ്രാക്ടിക്കൽ മൈൻഡ് വേണം. ഞങ്ങൾ പിന്നെ ജഗദീഷിൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടർ എന്ന് വെച്ചാൽ അംബീഷൻസ് ഉണ്ട്, യുവർ അംബീഷ്യസ്, അതേ സമയത്ത് സംതൃപ്തിയുണ്ട്. കറക്റ്റ്, രണ്ടുമുണ്ട്. നല്ല ഒബ്സർവേഷനാണ്. അതിനൊരു കയ്യടി പ്രത്യേകം കൊടുക്കണം. അത് കറക്റ്റാണ്, 100%. ഞാൻ അംബീഷ്യസ് ആണ്. ഞാൻ സാധാരണ മനുഷ്യനുള്ള എല്ലാ അധമ വികാരങ്ങളും എനിക്കുണ്ട്. പക്ഷേ അത് ഓവർകം ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു. 2, ഏതെങ്കിലും കിട്ടിയില്ലെന്ന് കരുതി, 1 എയിം ഹൈ, അത് കിട്ടിയില്ലെന്ന് കരുതി പരിഭവിച്ച് അതൊക്കെ. കൽപ്പന ജഗദീഷിനെ കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ജഗദീഷിൻ്റെ കണ്ണ് നിറഞ്ഞു. അല്ല, അത് കാരണം എന്താ വെച്ചിരുന്നാൽ, അതായത് പെട്ടെന്ന് ഈറിനണിഞ്ഞു. ഒരു പക്ഷേ ഒന്ന് തട്ടിയിരുന്നെങ്കിൽ എവിടെയോ അത് കയറി പിടിച്ചു. അല്ല, അതെനിക്ക് ഫീൽ ചെയ്യാൻ, ഇതിങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അത് തീർച്ചയായിട്ടും കറക്റ്റാണ്. ഞാൻ അത് തോന്നാൻ കാരണം വെച്ചാൽ, നമ്മുടെ റിയൽ എഫേർട്സ് മനസ്സിലാക്കാതെ ചിലപ്പോൾ ചിലർ പറയുന്നുണ്ട്, അവൻ ഭയങ്കര സെൽഫിഷാണ്, അവൻ ഭയങ്കര സെൽഫ് സെൻറ്റേർഡാണ്, അവൻ കാര്യം കാണാൻ എന്തും ചെയ്യും എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്നും വേറിട്ട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അക്നോളജ് ചെയ്യാനും അത്ര കണ്ണീര് വന്നോ? ഈ അപ്പുകുട്ടൻ്റെ കണ്ണീര് എടുക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. അല്ല, അത് അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിൽ അക്നോളജ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഉണ്ടക്കണ്ണിൽ കണ്ണുനീര് വരുമ്പോൾ പെട്ടെന്ന് കിട്ടും ക്യാമറയിൽ. അല്ല, അത് ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ഒരു സാധാരണക്കാരനാണ്. ഞാൻ വളരെ സാധാരണക്കാരനാണ്. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവാം, ആഗ്രഹങ്ങളുണ്ടാവാം. പിന്നെ ചില സമയത്ത് ചിലതൊക്കെ വെട്ടിപ്പിടിക്കണമെന്ന് വരെ ആഗ്രഹിച്ചിരിക്കാം. അതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ ചിന്തയാണ്. പക്ഷെ പലരും ജഗദീഷിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ യു ആർ എ സ്കീമർ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് വിച്ച് ഐ ആം നോട്ട്. ഒരുപാട് തലങ്ങൾ കണ്ണു നട്ടിട്ട് ആസൂത്രണം ചെയ്യുന്ന കൗശലക്കാരനാണ്. അതുണ്ട്. എൻ്റെ ഈ സ്കീമർ എന്ന് പറയുമ്പോൾ എൻ്റെ പ്ലാനിങ് ഒക്കെ ഒരു ഗുണം മാത്രം പറയാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്കീം ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന്, ഞാൻ എന്താണ് സ്കീം ചെയ്യുന്നതെന്ന് ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. എൻ്റെ മനസ്സ് നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റും. അത് മാത്രമേ എൻ്റെ പ്ലസ് പോയിന്റ്. ജഗദീഷ് നടന്നു വരുമ്പോൾ ഇവിടെയല്ല, ജഗദീഷിൻ്റെ വളരെ അടുത്തൊരു അഭിനയഭാഷ പറഞ്ഞു, കണ്ടോ കാക്കയുടെ കൗശലമാണ്. അത് നടന്നു വരുമ്പോൾ ഒരു 50 കാര്യം ജഗദീഷ് ആലോചിച്ചിട്ടുണ്ടാവും. അതാണ് ജഗദീഷ്. അത്രത്തോളം ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ആലോചിക്കുന്നുണ്ടാവും. നടന്നു വരുമ്പോൾ തന്നെ പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് സംതൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ, ബ്രിട്ടാസ് പറഞ്ഞതിലോട്ടാണ് വീണ്ടും വരുന്നത്. എനിക്ക് സംതൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ അത് ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ആകാശവാണിയിൽ ഇന്നും ഒരു 2 വരി പിന്നെ അവിടെ നാടകത്തിൽ പറയാൻ എനിക്കിഷ്ടമാണ്, എനിക്ക് ത്രില്ലാണ്. വേറൊരു കാര്യം കൂടി പറയാം. ആകാശവാണിയിലെ ടോപ്പ് ആർട്ടിസ്റ്റ്, എൻ്റെ അറിവിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ മലയാളം ഡ്രാമ ഓഡിഷനിൽ ടോപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരേ ഒരാളാണ്, അത് ജഗദീഷാണ്. അപ്പോൾ ഒരു പാട്ട് പാടിയിട്ട് ജഗദീഷ് നമുക്ക് ആഘോഷിക്കണം. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, പാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ, പാടത്തിൻ മണി വിളക്കേ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, പാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ, പാടത്തിൻ മണി വിളക്കേ. ഉള്ളിൽ കടന്നു കരൽ കൊള്ളയടിക്കും നിന്നെ, കള്ളിപ്പെണ്ണെന്ന് വിളിക്കും നിന്നെ ഞാൻ, കള്ളിപ്പെണ്ണെന്ന് വിളിക്കും. ഉള്ളിൽ കടന്നു കരൽ കൊള്ളയടിക്കും നിന്നെ, കള്ളിപ്പെണ്ണെന്ന് വിളിക്കും നിന്നെ ഞാൻ, കള്ളിപ്പെണ്ണെന്ന് വിളിക്കും. ആടാനും വരില്ല ഞാൻ, പാടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം, പാടത്തെ പച്ചക്കിളിയേ. ആടാനും വരില്ല ഞാൻ, പാടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം, പാടത്തെ പച്ചക്കിളിയേ.
മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണിവിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണിവിളക്കേ. സമയം മാറുന്നതനുസരിച്ച് തൻ്റെ തൊഴിലിലും മാറ്റങ്ങൾ വരുത്തുന്നതിൽ ജഗദീഷിന് ഒരു മടിയുണ്ടായില്ല. ഒരുപാട് പ്രേക്ഷകരെ ആകർഷിച്ച ഒരു സീരിയലാണത്. അതെ, കുടുംബചിത്രങ്ങൾ. അതെ. ആ ഒരു തൻ്റെ ഇടത്തെ ഒരുപക്ഷെ സിനിമയേക്കാൾ കൂടുതൽ ജനപ്രീതി ഉള്ളത് ടെലിവിഷനിലാണെന്ന് ആദ്യം കണ്ടെത്തിയ കലാകാരൻ ഈ ഇരിക്കുന്ന ആളാണ്. അത് ഞാൻ സിനിമാ നടനായിരിക്കുമ്പോൾ തന്നെ കൈരളി വിലാസം ലോഡ്ജ് എന്ന നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്ത TV സീരിയലിൽ കുര്യൻ കട്ടപ്പന എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തു. 13 എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് സക്രിയയുടെ സ്ക്രിപ്റ്റാണ്. അതിന് നല്ല അപ്രീസിയേഷൻ കിട്ടി. എനിക്ക് ഒരു നല്ല ലിഫ്റ്റായിരുന്നു. അപ്പം അന്ന് തൊട്ട് തന്നെ TV-യുമായിട്ട് അടുത്ത ബന്ധം എനിക്കുണ്ടായിരുന്നു. ഇതാ വരുന്ന ഒരാൾ. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ളൊരു പരമ്പരയായിരുന്നു. അതായത് അതൊരു പുതിയൊരു കൺസെപ്റ്റായിരുന്നു. അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ജഗദീഷ്, മഞ്ജുപിള്ള, ശിവജി, രമാദേവി, ഈ 4 മെയിൻ ക്യാരക്ടേഴ്സാണ് അതിനകത്തുണ്ടായിരുന്നത്. അതുമാത്രം ഞാനാണ് എഴുതുന്നതെങ്കിലും ഞങ്ങളെല്ലാവരും കൂടി ഒരു കൂട്ടായൊരു ചർച്ച അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കാണുന്നത്, ഇപ്പോൾ ഒട്ടുമിക്ക ചാനലിലും നമ്മളെന്ന് അതേ കൺസെപ്റ്റിൽ തന്നെയാണ് ആൾക്കാർ പ്രോഗ്രാം ചെയ്യുന്നത്. ഇതിനെപ്പറ്റി എന്താണ് ജഗദീഷിൻ്റെ അഭിപ്രായം? അല്ല, ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഗോപിയുടെ തന്നെയാണ്. ഗോപിയാണ് ഒരു ദിവസം വന്ന് എന്നോട് പറയുന്നത് ഇങ്ങനൊരു. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഗോപിയാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത്. പിന്നെ അതിൻ്റെ ആ ചില കുടുംബ ചിത്രങ്ങളിൽ അത് ഷൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് നല്ല പോസിറ്റീവ് ചേഞ്ചസ് വന്നു. അതിനെല്ലാം ഗോപി എനിക്ക് നല്ല സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അത് ഒരു എന്താ പറയുക, ഷൂട്ടിംഗ് രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ഒരുപാട് സീരിയൽ വരട്ടെ. ഇപ്പം വരുത്തിയിലെ പ്രശ്നമാണ്. ഹായ് തങ്കുണ്ണ. ജഗദീഷ് ചേട്ടൻ്റെ ചെല്ലപ്പേരാ തങ്കു. ജഗദീഷ് ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമല്ല അത്. അതായത് ഞാൻ വർഷങ്ങളോളം ഒരു തരത്തിൽ പറഞ്ഞാൽ ജഗദീഷ് ചേട്ടനോട് ഇത്രയും വർഷം ജഗദീഷ് ചേട്ടൻ്റെ പെയറായിട്ട് അഭിനയിച്ച ഒരു ലേഡി ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല. അവൻ്റെ ക്രെഡിറ്റ് എനിക്കാണ്. ആണ് മഞ്ജു. വണ്ടർഫുൾ ആർട്ടിസ്റ്റാണ്. മഞ്ജുവിൻ്റെ ഹ്യൂമർ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, കൂടുതൽ കണ്ടിട്ടുള്ളൂ. അതെ. പക്ഷേ ചില കുടുംബചിത്രങ്ങളിലായാലും ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളായാലും നമ്മൾ ഇംപ്രവൈസ് ചെയ്യുന്നതിൽ എൻ്റെ പഞ്ച് എന്ന് പറയുന്ന ചില കണ്ണ് നനയ്ക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അത് മഞ്ജുവിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഈ സീരിയലിനെ ചിരിപ്പിക്കുന്നതോടൊപ്പം ചെറിയ നൊമ്പരങ്ങളും ചെറിയ ചെറിയ ചിന്തകളും സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മഞ്ജുവിനാണ്. മഞ്ജുവിൻ്റെ വളരെ എക്സ്പ്രസീവ് വോയിസാണ്. മഞ്ജു ഒരു ഭാര്യയായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഭാര്യമാർക്കെല്ലാം അവരെ ഒരു തങ്ങളെ മഞ്ജുവിൽ കാണാൻ കഴിയും. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിനിമയിൽ ഭാര്യ ഭർത്താവ്, ജലാംശം എന്ന് പറഞ്ഞ ജലാംശം. അതെ, വരട്ടെ. എന്നാല് ജലാംശത്തിൻ്റെ ചിത്രീകരണത്തെപ്പറ്റി ആലോചന തുടങ്ങിയപ്പോൾ അതിലെ പ്രധാന കഥാപാത്രത്തെ ആരവതരിപ്പിക്കും എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമായി മുമ്പോട്ട് വന്നു. അതിന് പ്രധാനമായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഥാപാത്രത്തിന് 2 കാലഘട്ടമുണ്ട്. ഒന്നൊരു ചെറുപ്രായത്തിലുള്ളതും മറ്റൊന്ന് കുറച്ച് പ്രായമായത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം നമുക്ക് പടത്തിനകത്ത് കൊണ്ടുവരണമെങ്കിൽ രൂപപരമായിട്ട് കാര്യമായൊരു മാറ്റം ഈ അഭിനയിക്കുന്ന ആളിൽ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ട് ജഗദീഷ് എന്നുള്ള ഒരു നടനെ പറ്റിയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ജഗദീഷാണ് ആ ഒരു റോളിലേക്ക് വരാൻ പറ്റുന്ന ഏകയാള് എന്ന്. ഇനി ഒരു കാര്യം പറയട്ടെ, ഞാൻ ലൈഫിൽ അഭിനയിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല വേഷം ഈ ജലാംശം എന്ന ചിത്രത്തിലെ ഈ വേഷമാണ്. ഇതല്ലേ? അതെ, ഷൂട്ട് ലൊക്കേഷൻ. അതെ അതെ അതെ. ജഗദീഷിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ്. അതിൻ്റെ ഷൂട്ട് ലൊക്കേഷനിലെ ദൃശ്യങ്ങളാണ്. അപ്പോൾ ജഗദീഷിന് എവിടെ നീങ്ങിയാലും ഞങ്ങളുടെ ക്യാമറ ഉണ്ടെന്ന് മനസ്സിലായില്ലോ. അപ്പോൾ ജഗദീഷിന് ഒരു ജാഗ്രതപ്പെടുത്തലാണ്. തീർച്ചയായിട്ടും ഇത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ MP സുകുമാരൻ നായർ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അധികം കഴിവുള്ള ഡയറക്ടേഴ്സിൽ, ഇന്ത്യയിലെ ഡയറക്ടേഴ്സിൽ ഒരാളാണ് MP സുകുമാരൻ നായർ സാർ. അദ്ദേഹത്തിന് ഇത്രയൊന്നും അംഗീകാരം കിട്ടിയാൽ പോരാ. എന്നെ സെൻട്രൽ ക്യാരക്ടറിൽ കാസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിരീക്ഷണം, പിന്നെ നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച് പഠനം, രാജ്യത്തെക്കുറിച്ച് എല്ലാം നല്ല പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നുള്ളത് സ്ക്രിപ്റ്റിങ്ങിൽ
വരികളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു പുസ്തകമായിട്ട് എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ 10,000 പേജുള്ളത് ഇദ്ദേഹം 2 മണിക്കൂറിൽ സിനിമയാക്കിയിരിക്കുകയാണ്. അസാമാന്യമായ കഴിവുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സിനിമ. ജഗദീഷ് ഇതുപോലെ തന്നെ ഒരുപാട് സിദ്ധിയും കഴിവും ജ്ഞാനവും അറിവും പരിസരധാരണയുമുള്ള ആളാണ് ജഗദീഷ്. ജഗദീഷ് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അതായത് ജഗദീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ വൈകല്യം എന്താണെന്ന് അറിയും. പറഞ്ഞതിന് കുഴപ്പമുണ്ടോ? ഇല്ല, പറയും തീർച്ചയായും. ഞാൻ ജഗദീഷിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായി. ജഗദീഷിന് ഒന്നും നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ല. അതായത് താങ്കളുടെ സൗകര്യങ്ങളുടെയും സാധ്യതകളുടെയും തടവറയിലാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മറ്റുള്ള ഒരാൾക്കും അച്ചീവ് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് എത്തിപ്പിടിക്കാൻ കൈപൊക്കാൻ തയ്യാറല്ല ജഗദീഷ്. ജഗദീഷിൻ്റെ സ്വഭാവത്തിൻ്റെ അനാട്ടമിയാണ് ഞാൻ പറഞ്ഞത്. ശരിയാണ്. കാരണം ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, യു കാൺ ഹാവ് ദ കേക്ക് ആൻഡ് ഈറ്റ് ഇറ്റ് ടു. രണ്ടും കൂടെ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ രണ്ടും കൂടെ വേണമെന്ന് ശ്രമിക്കുന്ന ആളാണ്. ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, കക്ഷത്തിലുള്ള പോകാനും പാടില്ല എന്നൊരു മെൻറ്റാലിറ്റി എനിക്കുണ്ട്. അതായത് ഒരു ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് സിൻഡ്രം. അത് ഏറ്റവും കൂടുതൽ ജഗദീഷിനെ മതിക്കുകയാണ്. അത് ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് ആൾക്കാർ ബ്രേക്ക് ചെയ്യും, പക്ഷെ ജഗദീഷ് ബ്രേക്ക് ചെയ്തിട്ടില്ല. അല്ല, ഞാൻ ബ്രേക്ക് ചെയ്യുന്ന ഇപ്പോഴും അത് ബ്രേക്ക് ചെയ്യുന്നതും അതിനുവേണ്ടിയുള്ള എന്ത് സാക്രിഫൈസും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത് ആസ് സച്ച്. ഇപ്പോൾ ഞാൻ ആക്ടിങ്ങിലാണ്. എന്ത് സാക്രിഫൈസും എല്ലാ രീതിയിലും ഉദാഹരണത്തിന് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഈ അപ്പിയറൻസ് മുഴുവൻ ഷെഡ് ചെയ്തിട്ടാണ് ജലാംശം എന്ന ചിത്രത്തിൽ. ഇവിടെ ഒരു ചോദ്യം ഒരാൾക്കുണ്ട്, താങ്കളുടെ ഒരു സുഹൃത്തിന്. വരട്ടെ. ജഗദീഷിനെ എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ 4 കാലേ വന്ന് വീഴും, പൂച്ചയെ പോലെ. അതുകൊണ്ട് തന്നെ എനിക്ക് ജോൺ ബ്രിട്ടാസോടൊപ്പം ഇരിക്കുന്നതിൽ എനിക്ക് ടെൻഷനൊന്നുമില്ല. പിന്നെ എനിക്കിനി പറയാനുള്ളത്, ചോദിക്കാനുള്ളൊരു കാര്യം, ജഗദീഷ് വളരെ സീനിയറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നടൻ എന്നതുപോലെ തന്നെ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, കഥാകൃത്താണ്, പാട്ടുകാരനാണ്. അങ്ങനെയുള്ള ജഗദീഷിന് എന്തുകൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നില്ല? സംവിധാനം ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ റിസ്ക് ഒന്നും നോക്കിയിട്ടൊന്നുമല്ല, സംവിധാനം ചെയ്യും. പക്ഷേ എനിക്ക് സംവിധാനം ചെയ്യുമ്പോൾ ആൾക്കാർ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിൻ്റെ ഒരു 60% എങ്കിലും അവർക്ക് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ എടുക്കണം. ഇപ്പോൾ ഞാനൊരു റൈറ്ററാണ്, അശോകൻ പറഞ്ഞു, അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ സ്ക്രിപ്റ്റിനേക്കാളും എന്നെക്കാൾ ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളുടെ സ്ക്രിപ്റ്റ് എടുക്കാനാണ് താല്പര്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഉടൻ തന്നെ ഞാൻ സേഫ് കളിക്കുന്നു എന്നുള്ളതല്ല. ബെറ്റർ നല്ല ഒരു പ്രോഡക്റ്റ്, നല്ലൊരു കലാസൃഷ്ടി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കണം ഡയറക്ടർ ആകുമ്പോൾ. അതിനുവേണ്ടി അതിൻ്റെ ഈഗോ, അത് റൈറ്ററിൻ്റെ മിടുക്കാണ്, ആക്ടേഴ്സിൻ്റെ മിടുക്കാണ്, ജഗദീഷൊന്നുമല്ല എന്ന ആരോപണം വന്നാൽ പോലും എനിക്ക് പ്രശ്നമില്ല. ജഗദീഷ് എന്ന കാരണം ജഗദീഷിനിപ്പം നല്ല സാമ്പത്തികമുണ്ട്, ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്, നല്ല വരുമാനമുണ്ട്, മക്കൾ രണ്ട് പെൺമക്കൾ, നല്ല ഓമനത്തമുള്ള 2 കുട്ടികൾ, അവരെ കെട്ടിച്ചയച്ചു, അവരെ കല്യാണത്തിൽ വരാനുള്ള ഭാഗ്യമുണ്ടായി. ഭാര്യ നല്ല നിലയ്ക്കാണ്, ഫോറൻസിക് സർജനാണ്, പോസ്റ്റ്മോർട്ടമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മണിയമ്പിള്ള രാജു പറഞ്ഞത്, ഡോക്ടർ രമയുടെ ഒരു ഗതികേട്, ആശുപത്രിയിൽ പോയാലും ശവം, വീട്ടിലെത്തിയാലും ശവം. അങ്ങനെ ഒരു ഹ്യൂമർ കൊണ്ടുവന്നതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നല്ല ഹ്യൂമർ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം രാജു പറഞ്ഞതിൻ്റെ ഹ്യൂമർ 100% ഞാൻ ഉൾക്കൊള്ളുന്നു. അതിൻ്റെ ഹ്യൂമർ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ചിരിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നല്ല ഹ്യൂമറാണ്. അതിനൊരു കൗണ്ടർ ഞാൻ കൊടുത്തു. ഇപ്പം രാജു പറഞ്ഞു, രാജു അഭിനയിക്കുന്ന സിനിമ രാജു തിയേറ്ററിൽ പോയി കാണില്ല. അതെന്താ രാജു എന്ന് ഞാൻ ചോദിച്ചു. അളിയ എന്താണെന്ന് വെച്ചിരുന്നാൽ, ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മളുണ്ടെന്നറിഞ്ഞ് ആൾക്കാർ ഞാൻ വരുമ്പോഴൊക്കെ ഭയങ്കര കൂവലായിരിക്കും അളിയ, അതുകൊണ്ട് ഞാൻ പോവില്ല. ഞാൻ പറഞ്ഞു, അളിയൻ്റെ തോന്നലാണ്, അളിയൻ പോകാത്ത ദിവസങ്ങളിൽ ഇത് തന്നെയാണ് അവസ്ഥ. രാജു, എന്റെ ലെവലിൽ കെട്ടേക്കരുത് കേട്ടോ. ഇത് കൊടുക്കേണ്ടത് അവിടെ കൊടുത്താൽ മതി, എനിക്ക് ഇവിടെ തന്നേക്കരുത്. അല്ല, ഇത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പൊ ഈ തമാശ അങ്ങനെ രാജു പറയുമ്പോഴും ഞാൻ പറയുമ്പോഴും നമ്മുടെ ഹ്യൂമർ സെൻസ് ആണ് കൂടുന്നത്. നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുന്നത്. നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ള കഴിവാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് വേറൊരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള തമാശ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് ഇനി ജഗദീഷ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ റിസ്ക് എടുക്കാനുള്ള ആ ഒരു വൈമുഖ്യത്തെ വെടിയണം. തീർച്ചയായിട്ടും.
വെടിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് യെസ്, മലയാള സിനിമയിൽ കലാരംഗത്ത് തൻ്റെ കഴിവ് ഇനിയും വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന തിരിച്ചറിവിൽ വലിയ വലിയ ചുവടുവെപ്പുകൾ ജഗദീഷ് നടത്തട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് അങ്ങോട്ട് തരുന്നു. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് നല്ല അഡ്വൈസ് തരുമ്പോൾ അത് സ്വീകരിക്കണം. എ മാൻ ഈസ് നോൺ ബൈ ദ കമ്പനി ഹീ കീപ്സ്. നല്ല ഒരു കലാസൃഷ്ടി നൽകാനുള്ള ശ്രമമായിരിക്കും എൻ്റേത്. പ്രേക്ഷകർ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാരണക്കാരനാണ്. എനിക്ക് നാളിതുവരെ തന്നിട്ടുള്ള ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ഞാൻ തീർച്ചയായിട്ടും എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയാണ് എൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു കാരണം. എല്ലാവരുടെ ആശംസകൾ ജഗദീഷിന് പ്രേക്ഷകർക്ക് വേണ്ടി കൈമാറുന്നു. ഒരു പാട്ട് പാടി നമ്മൾ അവസാനിപ്പിക്കും. चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे